يا أبت إني رأيت 11 كوكبا يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ മഹത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠരെ, സയ്യിദന്മാരെ, ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അഭിനന്ദരായ രക്ഷിതാക്കളെ, സഹോദര സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു നല്ല കുടുംബമായി ജന്നാത്തു അദ്നിൻ, പരിശുദ്ധ ദീൻ വളരെ ഗൗരവത്തിലാണ് കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. പാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം മീസാഖൻ ഗലീള, ബലിഷ്ഠമായ ഒരു കരാറാണ്, ഉടമ്പടിയാണ് എന്ന് കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذن منكم ميثاقا غليظا. കുടുംബത്തെ മാത്രം ബന്ധപ്പെടുത്തിയ ഒരു ഇബാദത്ത് ഇസ്ലാമിലുണ്ട്. അതിന്റെ പേരാണ് ഹജ്ജ്. കുടുംബം മാത്രമാണ് അവിടെ. പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു കുടുംബമാണ്. ആരാണ് ആ കഅബ ഉണ്ടാക്കിയതെന്നറിയോ? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا. നബിയേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? إِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ അസ്തിവാരങ്ങൾക്ക് മീതെ കഅബയെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന നേരം, വഇസ്മാഈലു, പിന്നെ ആരുണ്ട് അവിടെ? ഇസ്മാഈലുമുണ്ട് അലൈഹിസ്സലാം. ബാപ്പയും മകനും. ബാപ്പയും മകനുണ്ടാക്കിയതാ കഅബ. ബാപ്പയുണ്ട്, മകനുണ്ട് അവിടെ. പരിശുദ്ധമായ സഫയുടെയും മർവയുടെയും ഇടയിലൂടെ അങ്ങനെ ഓടുമ്പോ അന്നൊരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പത്നി ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹ ഓടിയ ഓട്ടമാണത്. എന്തിനാണ് ഓടിയതെന്നറിയോ? തന്റെ പിഞ്ചു പൈതലായ കുഞ്ഞ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് കുടിക്കാൻ പാലില്ലാതെ, വെള്ളം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, വെള്ളം തീർന്നുപോയതിന്റെ പേരിൽ അമ്മിഞ്ഞ പാലുപോലും കൊടുക്കാനില്ലാതെ വിഷമിച്ചപ്പോ ഒരിച്ചു വെള്ളം കിട്ടുമോ എന്നാലോചിച്ച് 2 മലകൾക്കിടയിൽ ഓടിയ മഹദിയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. സഫന്റെ സഈ ചെയ്യൂലേ, തവാഫ് കഴിഞ്ഞിട്ട് സഈ ചെയ്യുമ്പോ ഇങ്ങനെ ഈ ഒരു ഇടത്താണ് അന്നൊരിക്കൽ ഉമ്മയായ ഹാജർ ബീവി പിഞ്ചു പൈതലിനെ ഓർത്ത് ഓടിയത്. സഈ ചെയ്യുമ്പോ കുറച്ച് സ്ഥലത്ത് പച്ചലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ മരത്തുമ കണ്ടില്ലേ ഒരു പച്ചലൈറ്റ്? കണ്ണിന് ഭയങ്കര മധുരം തരുന്ന, കണ്ണിന് ആനന്ദം തരുന്ന നിറം പച്ച നിറമാണ്. അത് സയന്റിസ്റ്റുകൾ തെളിയിക്കുന്ന വിഷയമാണ്. അത് ലീഗായതുകൊണ്ടാന്ന് പറയരുത്. അത് കണ്ണിന് അള്ളാഹു ഏറ്റവും അപ്പീലിംഗ് ആയി, കണ്ണിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അള്ളാഹു വെച്ച നിറം വെള്ളല്ല, ഏതാ? പച്ച നിറമാണ്. ഈ ലോകത്തിന് അങ്ങനെയല്ലേ? ഇലക്കം നമുക്ക് ചോപ്പാക്കാൻ പറ്റുമോ? ഇലക്ക പച്ചനല്ലേ? അവിടെ ഒരു പച്ച നിറം ചാർത്തിയിട്ടുണ്ട്. സഈ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പച്ച ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നാ? പുരുഷന്മാർ ഒന്ന് ധൃതി പിടിച്ച് റംല് ചെയ്യണം എന്ന് പറയും. ഒന്ന് ധൃതി പിടിച്ച് നടക്കണം. ഓടല്ല, ധൃതി പിടിച്ച് നടക്കണം. പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാനും പാടില്ല. അവർ സാധാരണ നടക്കാനേ പാടുള്ളൂ. പെണ്ണുങ്ങളോട് ഓടാൻ നിൽക്കും. പെണ്ണുങ്ങൾക്ക് പറഞ്ഞതല്ലത്. പുരുഷന്മാർ ധൃതി പിടിച്ച്. എന്തെന്നറിയോ? ആ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് കഅബയുടെ തൊട്ടു മുമ്പിൽ കിടത്തിപ്പോന്ന പിഞ്ചു പൈതൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കരച്ചിൽ കാതിൽ ഇങ്ങനെ കേൾക്കുന്ന സ്ഥലമായിരുന്നു അത്. ആ കരച്ചിൽ കേൾക്കുമ്പോ പടച്ചവനെ, വെള്ളം കിട്ടാതെ എന്റെ കുഞ്ഞു മരിച്ചു പോകുമോ എന്ന് ചിന്തിച്ച് വളരെ പെട്ടെന്ന് നടന്നിരുന്ന പ്രദേശത്താണ് പച്ച ലൈറ്റ് വെച്ചിട്ടുള്ളത്.
അടങ്ങനെ ഓടുമ്പോ ഒരു ഉമ്മാക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം, നമ്മുടെ ഉമ്മമാർ എത്ര സ്നേഹിച്ചിട്ടുണ്ട് നമ്മെ വളർത്തിയെടുക്കാനെന്ന്. ഹജ്ജ് കഴിഞ്ഞു വരുന്ന മനുഷ്യൻ, ഉംറ കഴിഞ്ഞു വരുന്ന മനുഷ്യന് പിന്നെ ഉമ്മയോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഉംറ കഴിഞ്ഞു വന്നാൽ ഉമ്മയുടെ വില എന്താണെന്ന് മനസ്സിലാവണ്ടേ? അങ്ങനെ ഒരു ഉമ്മ നടന്ന നടത്തമല്ലേ സഅയ്. സംസം കുടിക്കുന്നുണ്ട്, നമ്മുടെ സംസം കുടിക്കുന്നുണ്ട്. ആ പിഞ്ചു പൈതലിന്റെ കാലിന്റെ അടിയിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകുകൊണ്ട് കോരിയെടുത്തതല്ലയോ സംസം. സംസം ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞ്, സഫാ മർവ ചിന്തിക്കുമ്പോൾ ഒരു ഉമ്മ, കഅബാലയം കാണുമ്പോൾ ഒരു വാപ്പയും മകനും. ഇതാണ് ഹജ്ജ്. കുടുംബത്തെ പഠിപ്പിക്കുകയാണ് അല്ലാഹു, കുടുംബത്തെ പഠിപ്പിക്കുകയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. അല്ലാഹുവേ, എന്റെ കുടുംബത്തെ ഞാൻ നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനുണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം. കുട്ടിയാണ്, ചെറിയ പൈതലാണ്. അല്ലാഹുവേ, അവര് താമസിക്കുന്ന ഇടത്ത് വൃക്ഷങ്ങളില്ല, സസ്യലതാദികളില്ല, വെള്ളമില്ല, മനുഷ്യരില്ല. ഫജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വീ ഇലൈഹിം, അതുകൊണ്ട് മനുഷ്യരുടെ മനസ്സുകളൊക്കെയും അങ്ങോട്ടാക്കി കൊടുക്കണേ പടച്ചവനെ. വറസുഖുഹും മിനസ് സമറാത്ത് ലഅല്ലഹും യശ്കുറൂൻ, അവർക്ക് ഭക്ഷിക്കാനുള്ളത് നീ കൊടുക്കണേ അല്ലാഹ്. സംസങ്ങനെ കാണുമ്പോൾ ഒരു വാപ്പ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ് ആ കാണുന്നത്. ഒരു ഉപേക്ഷിച്ചു പോവല്ലേ, ഫലസ്തീനിൽ നിന്ന് കൊണ്ടുവന്നു, 3000 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്നു, മക്കയുടെ അരികത്താക്കിയിട്ട് തിരിച്ചുപോയി ഇബ്രാഹിം നബി. അപ്പൊ ചെയ്ത ദുആയ, റബ്ബേ ഇവിടെ വെള്ളമില്ല, കിണറില്ല, ഇവിടെ ആരൊരു മനുഷ്യന്റെ അടുത്ത് അയൽപക്കത്ത് ചെന്ന് ചോദിക്കണമെങ്കിൽ അയൽപക്കക്കാർ വേണ്ടേ? അവരില്ല. റബ്ബേ, ഇവരെ നീ നോക്കണം കേട്ടോ. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ചെയ്ത മറുപടിയാണ് സംസം. സംസം വെള്ളം കാണുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വാപ്പയുടെ ദുആഇന് ഉത്തരമുണ്ടെന്ന മസ്അലയാണ്. ഇങ്ങനെ എന്റെ വാപ്പ ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും. എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, വാപ്പയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ കുടിക്കുന്ന സംസം അതൊരു പിതാവിന്റെ പ്രാർത്ഥനയാണ്, മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയാണത്. കുടുംബാണ്. മുസ്ദലിഫയും മിനായും അറഫയും കാണുമ്പോ, അവിടെ മിനായിൽ കല്ലെറിയുന്ന ജമറാത്തുകൾ കാണുമ്പോ, അവിടെയാണ് അന്നൊരിക്കൽ നറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ പൊന്നുമോനെ ഉദ്ഹിയത്ത് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ പിശാച് ഡിസ്ട്രാക്ട് ചെയ്തത്, പിശാച് തടസ്സപ്പെടുത്തിയത്. അവിടെ കല്ലെറിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ സബ്ഉ ഹസയാത്തിൻ, ചെറിയ കൊച്ചു കൊച്ചു കല്ലുകൾ എടുത്തുകൊണ്ട് എറിയുന്നത്. എന്താണ് ഏറെന്നറിയുമോ? എന്താണ് ഈ കഥ? മോനെ ഇസ്മായിലേ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഫലമ്മാ ബലഗ മഅഹു സഅയ. വാപ്പയോടുകൂടെ പൊന്നുമോന് ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ അല്ലാഹു പറയാണ്, ഫലമ്മാ ബലഗ മഅഹു സഅയ, വാപ്പയോടുകൂടെ. ഗൾഫുകാർ ആലോചിക്കണം, വാപ്പയുടെ കൂടെയാണ് മക്കൾ വളരേണ്ടത്, വാപ്പയുടെ കൂടെയാണ് മക്കൾ ജീവിക്കേണ്ടത്. ഫലമ്മാ ബലഗ മഅഹു സഅയ, മഅഹു ഒറ്റ വാക്കേ ഉള്ളൂ. ഗൾഫുകാർക്ക് മറുപടി വേറെ ഒന്നുകൂടുതൽ പഠിക്കാനുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കുഞ്ഞിനെ അറുക്കാനുള്ള അള്ളാഹുവിന്റെ കമാൻഡ് വന്നപ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ആരാണ്? ഇതാമ്മ പോക്കരാക്കാന്ന് പറഞ്ഞ കഥല്ലേ, മലപ്പുറത്തൊക്കെ ഉസ്താദ്മാര് പറയാറുണ്ട്. അങ്ങനെ ഇസ്മായിൽ നബി ചോദിച്ചിട്ടില്ല. ഇങ്ങനെ എന്റെ വാപ്പയാണോ ഇത്? ഇതാരായി വന്നത്? കൊച്ചുകുട്ടിയായപ്പോ അവിടെ ആക്കി തിരിച്ചുപോയി, ഒരു ദിവസം പോലും നിന്നിട്ടില്ല അന്ന്. പിന്നെ തിരിച്ചു വരാ വർഷങ്ങൾക്ക് ശേഷം. ആ വർഷങ്ങളുടെ ഗ്യാപ്പുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല, ഉമ്മ ഈ മനുഷ്യനെന്റെ വാപ്പയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ടില്ല. 2 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പ
5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാപ്പ എന്തെങ്കിലും ഡോക്യുമെന്റുകളുടെ പ്രശ്നത്തിൽപ്പെട്ട് ജയിലിൽ കടന്ന് 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വാപ്പ, ആ വാപ്പയെ കാണുമ്പോൾ കൊച്ചുമക്കൾ ചോദിക്കൂല, ഇത് ആരാ ഉമ്മായി വന്നത്, എന്റെ വാപ്പ തന്നെയാണോ? ഗൾഫുകാരൊക്കെ വന്നാ കുട്ടികൾ കിടക്കാൻ വിടൂല എന്നാ ഉമ്മാന്റെ കൂടെ കിടന്നിട്ട്, ഇന്നിപ്പോ വേറൊരാളൊപ്പം കിടക്കണത്, കുട്ടികൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത എത്ര പുതിയ പിള്ളേരുണ്ട് ഇല്ലേ? ആദ്യത്തെ ഒരു 2 ആഴ്ച പിന്നെ വേറെ കിടക്കണ്ടേ, എന്ത് ചെയ്യാൻ പറ്റും? കുട്ടി കിടക്കാൻ വിടണ്ടേ കുട്ടിന്റെ ഉമ്മാന്റെ കൂടെ? കുട്ടിക്കറിയില്ല ഈ മനുഷ്യൻ ആരാണ്. ഇങ്ങനെ ഒരു സംഭവം ഹാജർ ബീവിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഹാജർ ബീവി സ്വന്തം ഭർത്താവ്, കുഞ്ഞിന്റെ വാപ്പ ഫലസ്തീനിൽ ജീവിച്ചപ്പോഴും മഹാനായ കൊച്ചു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പയെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞു കൊടുത്തിരുന്ന ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. മോനെ, നിനക്കൊരു വാപ്പയുണ്ട്, വാപ്പ ഇങ്ങനെയാണ്, അള്ളാന്റെ നബിയാണ്, വാപ്പ താമസിക്കുന്നത് എവിടെയാണ് മോനെ, വാപ്പ ഇവിടെ കാണാൻ വരും കേട്ടോ, അള്ളാന്റെ നബിയാണ്, വാപ്പ അള്ളാഹു പറഞ്ഞത് കേട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇങ്ങനെ കുട്ടിക്ക് എപ്പോഴും ഹാജർ ബീവി പറഞ്ഞു കൊടുത്തതിന്റെ ഫലമാണ് ഇബ്രാഹിം നബിയെ കണ്ടപ്പോ കുട്ടി അപരിചിതത്വം കാണിക്കാതിരുന്നത്. വാപ്പല്ലാന്ന് വിചാരിച്ച് കുട്ടികളെ കയറൂരി വിടുകയല്ല, വാപ്പയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഉമ്മയാണ് ഹാജർ ബീവി. ഉമ്മയെ പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പ അവിടെ വരാനുണ്ട് മോനെ, അപ്പ നീ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വാപ്പയെ പഠിപ്പിച്ചു കൊടുത്ത ഉമ്മയുടെ ചരിത്രമാണ് ഹജ്ജ്. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഉദ്ഹിയ്യത്ത് പോലും വാപ്പയുടെയും മകന്റെയും ചരിത്രമാണ്. പെരുന്നാൾക്ക് ഉദ്ഹിയ്യത്ത് ഇറക്കൂലേ? ഉദ്ഹിയ്യത്ത് വാപ്പ മകനോട് കൂടിയാലോചിച്ച വിഷയമാണ്. വാപ്പ മകനോട് കൂടിയാലോചിച്ചു. എന്താ ആലോചിച്ചെന്നറിയോ? യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാമി, ഞാൻ സ്വപ്നം കാണുന്നുണ്ട് മോനെ, അന്നീ അദ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായിട്ട്, അല്ലാഹുവിനെ സമർപ്പിക്കുന്നതായി സ്വപ്നം കാണുന്നു. ഫൻദുർ, നീ ഒന്ന് ചിന്തിക്കേ, മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണ് മോനെ എന്ന് ചോദിച്ച വാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കളോട് കൂടി ആലോചിക്കുന്ന വാപ്പമാരുണ്ടോ? ഖുർആൻ വരെ കൂടി ആലോചിക്കണം. ഇബ്രാഹിം നബി പിന്നെന്ന് വന്നിട്ട് കണ്ണ് പൊത്തിപ്പിടിച്ച് 2 കൈയും കാലും കൂട്ടിക്കെട്ടിട്ട് കൊണ്ടുപോയതല്ല ഇറക്കാൻ. കുഞ്ഞിനോട് ചോദിച്ചു, മോന്റെ അഭിപ്രായം എന്താ? ഉലമാ പറയാ, ഖുർആൻ പഠിപ്പിക്കുമ്പോ മക്കളോട്, മുതിർന്ന മക്കളോട് വാപ്പമാർ കൂടി ആലോചിക്കണം. ഒരു വിഷയം ചെയ്യാ, വാപ്പ ഒരു ബിസിനസ് തുടങ്ങിയ, ഒന്നുമില്ല മക്കളെ, വാപ്പാക്ക് ഇങ്ങനെയൊക്കെ ഉദ്ദേശമുണ്ട്, മക്കളുടെ അഭിപ്രായം എന്താ ഒന്ന് ചോദിക്കാം. വാപ്പ മക്കളോട് മുശാവറ ചെയ്യണം. ഇസ്മായിൽ നബിയോട് ചോദിച്ചു, മോന്റെ അഭിപ്രായം എന്താണെന്ന് പറയ്. മോൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി ഇത് കേൾക്കോ? ഇല്ല, ഇബ്രാഹിം നബി അള്ളാഹ് പറഞ്ഞതേ ചെയ്യൂ. പക്ഷെ മോനോടൊന്ന് ചോദിച്ചു. ഇത് പഠിപ്പിക്കുകയാണ് ഉദ്ഹിയ്യത്തും പെരുന്നാളിന്റെയും ചരിത്രം. വാപ്പയും മക്കളും തമ്മിലുള്ള ഡിസ്കഷനുകളാണ്, പരസ്പരമുള്ള ട്രാൻസ്പാരൻസി. നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ മക്കളോട്? മരിക്കുമ്പോഴാരണത്, വാപ്പ അവിടെ 2 കോടി കടാക്കിയിട്ടുണ്ട്, ഇവിടെ 10 ലക്ഷം കടം, പടച്ചോനെ ഈ വാപ്പാക്ക് ഞങ്ങളോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? എത്ര സംഭവമുണ്ട്. മക്കളറിയാതെ നടത്തുന്ന ഏർപ്പാടുകൾ ഒന്നറിയിക്കുക, ചർച്ച ചെയ്യുക. വിശുദ്ധ ഖുർആൻ കുടുംബത്തെ പരിചയപ്പെടുത്താതെ ഒരു നബിയെയും പറഞ്ഞില്ല. ആദം നബിയെ പറഞ്ഞപ്പോൾ ഹവ്വ ബീവിയെ പറഞ്ഞു, ദാവൂദ് നബിയെ പറഞ്ഞപ്പോൾ പൊന്നുമോൻ സുലൈമാൻ അലൈഹിസ്സലാമിനെ പറഞ്ഞു, ഇബ്രാഹിം നബിയെ പറഞ്ഞപ്പോൾ വാപ്പ ആസർ എന്നവരെ പറഞ്ഞു, ഇസ്മായിൽ നബിയെ പറഞ്ഞു, മക്കളെ പറഞ്ഞു, ഇസ്ഹാഖ് നബിയെ കുറിച്ച് പറഞ്ഞു, ഭാര്യയെക്കുറിച്ച് പറഞ്ഞു, സാറ ബീവിയെ കുറിച്ച്, ഹാജർ ബീവിയെ കുറിച്ച് പറഞ്ഞു. ഇബ്രാഹിം നബിന്റെ മൊത്തം കുടുംബത്തെ അവതരിപ്പിച്ചു. മൂസ നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞപ്പോൾ
മൂസ ബിനു ഇമ്രാൻ, വാപ്പയുടെ പേര് പറഞ്ഞു ഇമ്രാൻ എന്നവരുടെ മകൻ മൂസ നബി. ഉമ്മയെ പറഞ്ഞു പ്രസവിച്ച നേരത്ത് ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ഉമ്മയുടെ ചരിത്രം പറഞ്ഞു ഖുർആൻ. നൈലിലൂടെ പെട്ടിയിലാക്കി ഒഴുക്കിവിട്ടപ്പോ ആ പെട്ടി എവിടെയാണ് ചെന്നു ചേരുന്നതെന്ന് ഒന്ന് പോയി നോക്കണേ മോളെ എന്ന് പറഞ്ഞ് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളും മൂസ നബിയുടെ ഉമ്മാന്റെ മോളുമായ മറിയം എന്ന കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ പെട്ടിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കിക്കാണണം. മറിയം എന്നാണ് മൂസ നബിയുടെ പെങ്ങളുടെ പേര്. ഈസാ നബിന്റെ ഉമ്മാന്റെ പേര് മറിയമാണ്. പക്ഷെ മൂസ നബിയുടെ പെങ്ങളുടെ ചരിത്രം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയെ പറ്റി പറഞ്ഞു, മക്കളെ കുറിച്ച് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ 11 സഹോദരന്മാരെ പറ്റി പറഞ്ഞു. 11 സഹോദരന്മാരുടെ കഥ പറഞ്ഞു. വാപ്പയെ കുറിച്ച് പറഞ്ഞു, ഉമ്മയെ കുറിച്ച് പറഞ്ഞു. ആ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا أبت إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. യൂസുഫ് നബി പറഞ്ഞ വാക്കുകൾ അതാണ്. യാ അബത്തി, ഉപ്പാ. യാക്കൂബ് നബിയോട് ചോദിക്കുന്നു, ഉപ്പാ യാ അബത്തി ഇന്നി റഅയ്തു, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത്? 11 കൗകബൻ, 11 നക്ഷത്രങ്ങളെ ഞാൻ കണ്ടു. വശംസ വൽ ഖമറ, സൂര്യനെ കണ്ടു, ചന്ദ്രനെ കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, അവരെനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് ഉപ്പാ. ആര് പറഞ്ഞു? യൂസുഫ് നബി അലൈഹിസ്സലാം. ആരോട് പറഞ്ഞു? വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട്. എന്നിട്ട് ഖുർആൻ തിരുത്തി കൊടുക്കുകയാണ്, സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് യൂസുഫ് നബിയെ. ആ 11 നക്ഷത്രങ്ങൾ നിങ്ങളുടെ 11 സഹോദരന്മാരാണ്. ആ സൂര്യൻ നിങ്ങളുടെ വാപ്പയാണ്, ചന്ദ്രൻ നിങ്ങളുടെ ഉമ്മയാണ്. എന്താണ് ഈ പാഠം? വാപ്പ സൂര്യനെ പോലെയാണ്, ഉമ്മ നിങ്ങൾക്ക് രാത്രിയിൽ വെളിച്ചം തരുന്ന, ഇരുട്ടിൽ നിങ്ങൾക്ക് അഭയം തരുന്ന, ഇരുട്ടിൽ നിങ്ങളെ സഹായിക്കുന്ന, വെളിച്ചം തരുന്ന ചന്ദ്രൻ നിങ്ങളുടെ ഉമ്മയാണെങ്കിൽ, നിങ്ങളുടെ പകലന്തിയോളം നിങ്ങൾക്ക് തണലേകുന്നത് സൂര്യനാണെങ്കിൽ സൂര്യനാണ് നിങ്ങളുടെ വാപ്പ. വാപ്പ സൂര്യനോളം പ്രാധാന്യമുണ്ടെന്നും ഉമ്മ ഒട്ടും പ്രാധാന്യത്തിൽ കുറവല്ലെന്നും ചന്ദ്രനെ പോലെയെന്നും പരിചയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഒരു സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു തന്നില്ലേ? ഉമ്മയുടെയും വാപ്പയുടെയും വില മനസ്സിലാക്കി തരാൻ, ഉമ്മയുടെയും വാപ്പയുടെയും വില മനസ്സിലാക്കി തരാൻ സൂര്യൻ എന്ന് കണ്ടത് വാപ്പയും ചന്ദ്രൻ എന്ന് കണ്ടത് ഉമ്മയും, 11 നക്ഷത്രങ്ങൾ, സുജൂദിൽ വീഴുന്ന 11 നക്ഷത്രങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർ. കുടുംബബന്ധമല്ലേ ഈ പറയുന്നത്? അതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ ഉള്ളിലൂടെ ആലോചിച്ചു നോക്കി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഅദൻതു റബ്ബി അൻ നസൂറ ഖബ്റ ഉമ്മീ. എന്റെ ഉമ്മയായ ആമിന ബീവി മരണപ്പെട്ട് കിടക്കുന്ന മദീനയിലെ അബവായിൽ പോയി എന്റെ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ ഞാൻ അല്ലാഹുവിനോട് അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ കാണാൻ ചെന്നിട്ടുണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം. 50 വയസ്സാണ് അല്ലാഹുവിന്റെ റസൂലിനെന്ന് മദീനത്തേക്ക് പോയി അബവായിലെ പൊന്നു ഉമ്മയായ ആമിന ബീവിയുടെ ഖബർ നബി തങ്ങൾക്കറിയാം. അവിടെ ചെന്നിരുന്നു. നബി തങ്ങൾ കരയുകയും തൊട്ടരികത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും കരയിപ്പിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഉമ്മയെ തേടി പോയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണ്. മദീനത്തെ പള്ളിയിൽ നിന്നിറങ്ങിയാൽ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തിലൂടെ പോകാതെ സുബ്ഹി നിസ്കരിച്ച് നബി തങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാറില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധം തന്റെ ഭാര്യയോടുള്ള ഖദീജ ബീവിയോട്, മറ്റു ഭാര്യമാരോടുള്ള ബന്ധം, നബി തങ്ങളുടെ മക്കളോടുള്ള ബന്ധം, എന്തിനേറെ തന്റെ അവിടുത്തെ ഹൃദയാപിളയായിരുന്ന അലി റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, തന്റെ മരുമകന്റെ ഉമ്മയെപ്പോലും അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിച്ചില്ലേ?
അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ പേര് ഫാത്തിമ എന്ന, ഭാര്യയുടെ പേരും ഫാത്തിമ. അത് ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി തങ്ങളുടെ ഉമ്മായുടെ പേര് ഫാത്തിമ ബിൻതു അസദിൻ. അസദ് എന്നവരുടെ മകൾ ഫാത്തിമ എന്നവർ അലി തങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിക്കുക മാത്രമല്ല, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നബി തങ്ങൾ അവിടുത്തെ പുതപ്പൂരി കൊടുക്കുകയും അവിടുത്തെ അബാത്ത് നബിതങ്ങൾ പുതച്ചിരുന്ന് പുതപ്പെടുക്കുകയും ആ പുതപ്പിൽ മഹദിയായ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയെ കഫമായി പുടയുകയും തക്രീമൻ ലിസൗജി ഇബ്നതിഹി, സ്വന്തം മകളുടെ ഭർത്താവല്ലേ അലി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയല്ലേ ഈ മരിച്ചു പോകുന്നത്, ആ ഉമ്മയെ ബഹുമാനിക്കുന്നു. എന്തിനെന്നറിയോ? എന്റെ മോളെ നോക്കുന്നത് ഈ അലി എന്നവരല്ലേ, അവരുടെ ഉമ്മയല്ലേ ഈ മരണപ്പെട്ടത്. അവർക്ക് വേണ്ടി ഖബറിലേക്ക് ഇറങ്ങുകയും നബിയുടെ പരിശുദ്ധമായ പുതപ്പ് പുതച്ചു കൊടുക്കുകയും ചെയ്ത് എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമല്ല, ദഖൽതുൽ ജന്ന, മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗലോകത്തേക്ക് കടന്നു വന്ന കഥ പറയുന്നുണ്ട്. ദഖൽതുൽ ജന്ന ഫസമിഅതു ബിഹാ ഖറാറാ, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ എനിക്കവിടെ ചില ഒച്ചകൾ കേൾക്കാൻ കഴിഞ്ഞു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ആർക്കാണിത്, ആർക്കാണ് അല്ലാഹു മണിമാളികകൾ ഒരുക്കി ഇവിടെ കാത്തുവെച്ചിരിക്കുന്നത്, ആർക്കാണിതെന്ന് ചോദിച്ചപ്പോൾ ഫഖീല, മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുത്തു, لحارثة بن النعمان كان بارا بأمه. ഇത് ഹാരിസത്ത് ബിൻ നുഅമാൻ എന്ന സ്വഹാബിക്കാണ് നബിയെ, അങ്ങയുടെ ശിഷ്യനാണ് നബിയെ. ഹാരിസ് ബിൻ നുഅമാൻ എന്താ കാരണം എന്നറിയോ? കാന ബാറൻ ബിഉമ്മിഹി, സ്വന്തം ഉമ്മാക്ക് ഉപകാരം ചെയ്ത മോനായിരുന്നു ഹാരിസ. ഉമ്മയെ സ്നേഹിച്ച മോനായിരുന്നു ഹാരിസത്ത് ബിൻ നുഅമാൻ. കാന ബാറൻ ബിഉമ്മിഹി. അങ്ങനെ മലക്കെനിക്ക് മറുപടി പറഞ്ഞപ്പോൾ ഫഖുൽതു, ഞാൻ മലക്കിനോട് പറഞ്ഞു, കദാലികുമുൽ ബിർറു കദാകുമുൽ ബിർറു, ഇങ്ങനെയാണ് ഉമ്മയെയും വാപ്പയെയും നോക്കിയാൽ ഇത് കിട്ടും, ഉമ്മയെയും വാപ്പയെയും നോക്കിയാൽ ഇങ്ങനെയാണ് അല്ലാഹു പ്രതിഫലം തരുന്നതെന്ന് മലക്കിനോട് ഞാൻ മറുപടി പറഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്താണ് ഈ പഠിപ്പിക്കുന്നത്? ഉമ്മ ആരാണ് വാപ്പയാരാണെന്ന് പഠിപ്പിക്കുകയാണ്. ദഖൽതുൽ ജന്ന ഫവജദ്തു ഉമ്മ സുലൈം, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കടന്നപ്പോൾ ഉമ്മു സുലൈമിനെ ഞാൻ കാണാനിടയായി. നബിയുടെ സ്വഹാബിയത്താണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, സബഖ്തിനി ഇലൽ ജന്ന, ഉമ്മു സുലൈമേ, ഞാൻ പോലും വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തിയോ എന്ന് ഉമ്മു സുലൈമിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫഖീല ലി, എന്നോട് പറയപ്പെട്ട മറുപടി, ബിമാ കാനത് തുർമി സൗജഹാ, തന്റെ ഭർത്താവിനെ എമ്പാടും തൃപ്തിപ്പെടുത്തിയിരുന്ന ഭാര്യയായിരുന്നു ഉമ്മു സുലൈം. ഭർത്താവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുത്തതിന്റെ പേരിൽ നിബിരങ്ങൾ കടക്കുന്നതിന്റെ മുമ്പേ ഉമ്മു സുലൈം സ്വർഗ്ഗത്തിലെത്തി എന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ തങ്ങൾ തിരിച്ചു വന്നപ്പോ ഉമ്മു സുലൈം എന്നവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മു സുലൈം എന്നവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടപ്പോ പക്ഷെ അള്ളാഹു കാണിച്ചു കൊടുത്തു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണാണ്. എന്റെ കാരണം എന്നറിയോ? ബിമാ കാനത് തുർലി സൗജഹാ, തന്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു, തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയിരുന്ന പെണ്ണായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം ചെയ്യുന്ന ഇബാദത്തിന് കൂലി കൂടുതലാണ്, ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ഇബാദത്തിന് കൂലി കൂടുതലാണ്. റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ദുആ ചെയ്യുന്നു. റഹിമല്ലാഹു ഇംറഅൻ ഖാമ മിനൽ ലൈലി, രാത്രി തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പുരുഷൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഫഅയ്ഖദ ഇംറഅതഹു, ഒറ്റയ്ക്ക് എഴുന്നേൽക്കുക മാത്രമല്ല തന്റെ ഭാര്യയോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. എടി പെണ്ണെ, നീയും എഴുന്നേൽക്ക്, നമുക്ക് രണ്ടുപേർക്കും തഹജ്ജുദ് നിസ്കരിക്കാം.
അങ്ങനെ ഭാര്യ എഴുന്നേൽപ്പിച്ച ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു പോയത് ഏതെങ്കിലും വാളിന് വരുന്ന ഉസ്താദല്ല, അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ദുആയുണ്ട്. ഭാര്യയും ഭർത്താവും നിസ്കരിച്ചാൽ, ഒറ്റ നിസ്കരിച്ച് പെണ്ണിനെ കെട്ടാത്ത ആളാണ്, കുഴപ്പമില്ല, അതിന് കൂലുണ്ട്. ഭാര്യയും ഭർത്താവുമായി ജീവിച്ച് 2 പേരും അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ അവർക്ക് റഹ്മത്ത് നീ ചെയ്യണേ എന്ന് ലോകത്തിന്റെ ഗുരു നാവുകൊണ്ട് കളവ് പറയാത്ത, പറഞ്ഞതെന്തോ അത് അള്ളാഹു തരുന്ന വിവരമല്ലാതെ മറ്റൊന്നും സംസാരിക്കാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുതിബ ഇൻദല്ലാഹി മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്. അങ്ങനെ നിസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും അള്ളാഹുവിന്റെ ധാരാളം ദിക്റ് ചൊല്ലുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അള്ളാഹു അവരുടെ പേര് രേഖപ്പെടുത്തുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് കാലത്തന്നെ അങ്ങനെ. ഇന്നത്തെ കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയൊക്കെ ആണെങ്കിൽ എന്തൊരു കൂലിയാണ്, എന്തൊരു കൂലിയായിരിക്കും, ഭയങ്കര. ഇബാദത്തുൻ ഫിൽ ഹറജി കഹിജ്റത്തിൻ ഇലയ്യ. എന്റെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, എന്റെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ വന്നതിന്റെ കൂലി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശർറർ റിജാലി, പുരുഷന്മാരിൽ ഏറ്റവും മോശപ്പെട്ട ആൾ എന്ന് പറയുന്നത് ശർറർ റിജാൽ, പുരുഷന്മാരിൽ മോശപ്പെട്ട ആൾ, ആണുങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ. ഇന്ന ശർറർ റിജാലി, പുരുഷന്മാരിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരെന്നറിയുമോ? മൻ, ഒരാള് ഇദാ ദഖല ബൈതഹു, അവന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഇഹ്തമ്മത് സൗജതുഹു, അവന്റെ ഭാര്യയ്ക്ക് പിന്നെ ദുഃഖമാണ്. ആൾ വന്നാൽ ഭാര്യയ്ക്ക് വിഷമമാണ്. വഹറബ ഔലാദുഹു, ഇയാൾ ഉള്ളിലേക്ക് വന്നാൽ മക്കളൊക്കെ വീടിന്റെ പുറത്തേക്ക് ഓടിപ്പോകും. ഫഇദാ ഖറജ മിൻ ബൈതിഹി, ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഫരിഹത്ത് സൗജതുഹു, ഭാര്യയ്ക്ക് സന്തോഷമാണ്. വഫരിഹ ഔലാദുഹു, മക്കൾക്ക് സന്തോഷമാണ്. വീട്ടിക്ക് വന്നാൽ ആ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന പുരുഷന്മാർ. വീട്ടിക്ക് വരുന്നത് ഭാര്യയ്ക്ക് വെറുപ്പാണ്. വാപ്പ വരുന്നത് കണ്ടാൽ മക്കൾ പുറത്തേക്ക് ഓട്ടമാണ്. വാപ്പ പോയാലേ മക്കൾ അകത്തേക്ക് വരൂ, അപ്പോഴേ ഭാര്യയ്ക്ക് സന്തോഷം വരൂ. അങ്ങനത്തെ വാപ്പമാർ ശർറുർ റിജാലി, മോശപ്പെട്ട ആണുങ്ങളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇത് നമ്മൾ ആവരുത്, ഇങ്ങനെ നമ്മൾ ആവരുത്. ശർറുർ റിജാലി, വാപ്പമാരിൽ മോശപ്പെട്ടവർ അങ്ങനത്തെവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല വാപ്പയാകാൻ, നല്ല ഭർത്താവാൻ ഒരുപാട് പഠിപ്പിച്ചു. ഒരു വാപ്പ ചെയ്യുന്ന നന്മ തന്റെ മക്കളെ വളർത്തിയെടുക്കുന്നതാണ്. മക്കളെ വളർത്തണമെങ്കിൽ മക്കൾ വീട്ടിൽ വേണ്ട, ഈ വാപ്പയെ കണ്ട ഒരു ഓടിപ്പോവുക. പിന്നെ എങ്ങനെ വാപ്പക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക? മക്കളെ വളർത്തലാണെങ്കിലും ഭയങ്കര കൂലിയുള്ള വിഷയം, ഭയങ്കര കൂലിയാണ്. لأن يؤدب الرجل ولده خير عند الله من أن يتصدق بصاع. ഒരു മനുഷ്യൻ തന്റെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരുപാട് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും, ഒരു സ്വതക്ക ചെയ്യുന്നതിനേക്കാളും അയാൾക്ക് ഖൈറ് സ്വന്തം മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കലാണ്. ലഅൻ യുഅദ്ദിബ അർറജുലു വലദഹു, ഒരാൾ തന്റെ മക്കൾക്ക്, ഒരു വാപ്പയോ ഒരു ഉമ്മയോ തന്റെ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുപാട് സ്വതക്ക ചെയ്യുന്നതിനേക്കാളും ഖൈറാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒരു ഹദീസ് കൂടെ നോക്കൂ. ഇദാ നമറൽ വാലിദു ഇലാ വലദിഹി, ഒരു വാപ്പ തന്റെ മകനെ കാണുകയോ തന്റെ പെൺമക്കളെ കാണുകയോ ചെയ്താൽ, മക്കളെ കണ്ടാൽ, ഫസറഹു, മക്കളെ കാണാൻ, മക്കളൊക്കെ വലുതായി, ചെറിയ മക്കളല്ല, മക്കളൊക്കെ ഒന്ന് വലുതായി, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ആ മക്കളെ കാണുമ്പോൾ ഫസറഹു, ആ മക്കളെ കാണുമ്പോൾ വാപ്പാക്ക് സന്തോഷം തോന്നിയാൽ, ഇദാ നദറൽ വാലിദു ഇലാ വലദിഹി, ഒരു വാപ്പ തന്റെ കണ്ണുകൊണ്ട് മക്കളെ നോക്കുകയും ഒരു ഉമ്മ തന്റെ കണ്ണുകൊണ്ട് മക്കളെ നോക്കുകയും, ഫസറഹു,
ആ കാഴ്ചയിൽ മക്കളെ കാണുമ്പോൾ ഉമ്മാക്കും വാപ്പാക്കും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കാനലിൽ വാലിദി ഇത്ഖു നസമത്തിൻ, ഒരടിമയെ വാങ്ങി അള്ളാഹുവിന് വേണ്ടി മോചനം ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ഇത്ഖ് ചൊല്ലിയ പ്രതിഫലം ഓരോ നോട്ടത്തിലും ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ സന്തോഷിക്കണമെങ്കിലേ ഈ മക്കളെ ഒരുപാട് ശിക്ഷണം കൊടുത്ത് വളർത്തിയ വാപ്പയാവണം. അപ്പോഴല്ലേ അവരെ കണ്ട് സന്തോഷിക്കുള്ളൂ. അവരെ പറ്റിയൊരു ചീത്തപ്പേര് കാണുന്നില്ല. എന്റെ മക്കള് ദുഷ്പേര് വരുത്തിയിട്ടില്ലല്ലോ പടച്ചോനെ, എന്റെ മക്കള് നല്ല മക്കളാണല്ലോ. ഇത് കാണുമ്പോ വാപ്പക്ക് സന്തോഷം. ഈ സന്തോഷിക്കണമെങ്കിൽ കുറെ അധ്വാനിക്കണ്ടേ? അതുകൊണ്ടാ ഖുർആൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞത്. അതിലിപ്പോ എന്തൊക്കെ പറഞ്ഞോട് വല്ല ബന്ധം? ബന്ധമുണ്ട്. അഫ്ലഹ എന്ന അള്ളാന്റെ പ്രയോഗം ഖുർആനിൽ വിജയിച്ചു എന്ന് പറയാൻ ഒരുപാട് പ്രയോഗമുണ്ട്. ഫാസ ഫൗസൻ അദീമാ, ഫാസ വിജയിച്ചു, അതല്ല അഫ്ലഹ വിജയിച്ചു. എന്താ അഫ്ലഹിന്റെ ഒറിജിൻ അറിയോ? ഫല്ലാഹ്. ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? കർഷകൻ. ഒരു കർഷകനെ സംബന്ധിച്ച് പറയുന്ന വാക്കാണ് അഫ്ലഹ. ഫല്ലാഹ്, മുഫ്ലിഹ്, വിജയിച്ചവൻ. എങ്ങനെ കർഷകൻ വിജയിക്കുന്നത്? വിത്ത് പാകുന്നു, അത് ഭൂമി ശരിയാക്കണം, വിത്ത് പാകണം, വളട്ട് കൊടുക്കണം, മഴയെ പ്രതീക്ഷിക്കണം, നനച്ചു കൊടുക്കണം, വളരണം, പ്രാണികളൊന്ന് നശിപ്പിക്കുമെന്ന് നോക്കണം. അങ്ങനെ നോക്കി 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 വളർന്നു വന്ന് യാ അല്ലാഹ് ഒരു കാറ്റടിച്ചത് പോയി പോകും, റബ്ബേ കൊടുങ്കാറ്റൊന്നും വരാതെ കാക്കണേ. അങ്ങനെ അങ്ങ് പാകമാകുമ്പോ പറിച്ചെടുക്കുന്ന കർഷകൻ, അയാൾക്ക് സന്തോഷമുണ്ട്. ആ പ്രയോഗമാണ് അഫ്ലഹ. വെറുതെ വിജയം വരില്ല, അധ്വാനത്തിന് ശേഷം വരുന്ന സന്തോഷം, അധ്വാനിച്ചതിന് ശേഷം വരുന്ന വിജയം, അതാ മുഅ്മിനീങ്ങൾക്കുണ്ടാവുക. അധ്വാനിച്ചിട്ടേ നമുക്ക് വിജയം വരൂ, അല്ലാതെ വെറുതെ കയ്യും കിട്ടിയിരുന്ന വിജയം വരില്ല. അത് അഫ്ലഹ, അധ്വാനിച്ചതിന്റെ ശേഷമാണ് വിജയം വരുന്നത്. അതുകൊണ്ടാണ് അഫ്ലഹ എന്ന് അല്ലാഹു പ്രയോഗിക്കാൻ കാരണം. ഫല്ലാഹിനെ പറ്റി പറയുന്ന വാക്കാണത്, കർഷകനെ കുറിച്ച് പറയുന്ന വാക്കാ. കർഷകൻ വിജയിക്കുന്നത് എപ്പോഴാ? ആ കൃഷിയൊക്കെ ഒന്ന് റൈപ്പ് ചെയ്ത് വന്നു, അതിന്റെ ഹാർവസ്റ്റ് കഴിയുമ്പോൾ എന്തൊരു സന്തോഷം. വിളവെടുപ്പ്, അതിന്റെ മുമ്പ് എത്രയും മനുഷ്യൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും മക്കളെ വളർത്തിയിട്ടുണ്ടാവുക. അങ്ങനത്തെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മാക്കും വാപ്പാക്കും സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ആ സന്തോഷം കാരണം അള്ളാഹു അടിമയെ മോചനം ചെയ്ത കൂലി അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര തവണ നോക്കാൻ പറ്റും ഒരു ഉമ്മാക്കും വാപ്പാക്കും മക്കളെ? ഒരു ദിവസത്തിൽ എത്ര നോട്ടം നോക്കാം? അതിനൊക്കെ ഓരോ അടിമയെ വാങ്ങിച്ച് വിതരണം ചെയ്ത് അള്ളാഹുവിന് വേണ്ടി മോചനം ചെയ്തതിന്റെ കൂലി. എന്താ അതിന്റെ കൂലി എന്ന്? ഭയങ്കരല്ലേ? വലിയ വലിയ തിന്മകൾക്കുള്ള പ്രായശ്ചിത്തം പറഞ്ഞത് ഒരടിമയെ മോചിപ്പിക്കാൻ. മക്കളെ നോക്കുന്ന ഓരോ നോട്ടവും പിന്നെ അടിമമോചനത്തിന്റെ കൂലി കൊടുക്കുക പടച്ചതമ്പുരാൻ. എന്തെന്നറിയോ? ഈ മക്കളെ കാണുമ്പോ ഈ സന്തോഷം തോന്നണമെങ്കിലേ വാപ്പ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. യാ റബ്ബി, അറബി കോളേജിൽ എന്റെ കുട്ടി പഠിക്കാൻ, ഞാനിവിടെ മക്കളോടൊപ്പം എന്റെ വീട്ടിലാണ്. എന്റെ കുട്ടിക്ക് അവിടെ AC ഇല്ല, എന്റെ കുട്ടിക്ക് അവിടെ ഞാൻ കഴിക്കുന്ന ഭക്ഷണമല്ല, എന്റെ കുട്ടിക്ക് അവിടെ വാഷ് ചെയ്യാൻ അവൻ ഒറ്റയ്ക്ക് ചെയ്യണം. എന്നാൽ എന്റെ കുട്ടി പഠിക്കട്ടെ, പഠിച്ച് നല്ല ആളായി വരട്ടെ, ഒരു ആലിമാവട്ടെ, ഒരു ഹാഫിളാകട്ടെ. ഇതൊക്കെ ചിന്തിച്ചിട്ടില്ല, ടെൻഷൻ അടിച്ചിട്ടില്ലേ? ഇതിനൊക്കെ അല്ലാഹു കൂലി തരാണ്. മക്കളൊക്കെ ഒന്ന് നന്നായി നല്ല അവസ്ഥയിലായി കാണാനുള്ള സൗഭാഗ്യം എല്ലാ വാപ്പമാർക്കും നമുക്കൊക്കെ അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ നോട്ടത്തിനുള്ള കൂലി തരാനാണ്. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിമക്ക് അന്ന് 4000 ദിർഹമാണ് വില. അന്നത്തെ വില 4000 ദിർഹമാണ് ഒരു അടിമന്റെ വില. 4000 ദിർഹം സ്വതക്ക ചെയ്ത കൂലി ഇങ്ങനെ കൊടുക്കാൻ പഠിച്ച ഓരോ നോട്ടത്തിന്. യാ അല്ലാഹ്, ഇത് നമുക്ക് എങ്ങനെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും എന്നതിലേക്കാണ് ഇന്നത്തെ ചർച്ച നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ, നല്ല ഒരു അധ്വാനത്തിൽ നിന്ന് നിങ്ങൾ ഒരു കാരക്കയുടെ അത്രയെങ്കിലും സ്വതക്ക ചെയ്താൽ, മൻ തസദ്ദഖ, ആരെങ്കിലും സ്വതക്ക ചെയ്താൽ, ബിഅദ്ലി തംറത്തിൻ, ഒരു കാരക്കന്റെ അത്ര, മിൻ കസ്ബിൻ ത്വയ്യിബിൻ, നല്ല ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കന്റെ അത്ര. വല്ലാഹു ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അല്ലാഹു നന്മയല്ലാതെ മറ്റൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. ഇടയ്ക്ക് ഇത് കയറി പറയാണ്, വല്ലാഹു ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, നന്മയല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല കേട്ടോ. എന്നിട്ട് നബി നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒരു കാരക്കയുടെ അത്രയെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്താൽ, പള്ളിക്ക് വേണ്ടി ഒരു ഇഷ്ടിക വാങ്ങിച്ചു കൊടുത്തു. ഒരു ഇഷ്ടിക 8 രൂപയ്ക്ക് വില വരാം, 10 രൂപ 15 രൂപ. ഇവിടുത്തെ വില എന്താ എത്ര? ഒരു കല്ലിന് ഇപ്പൊ 18, 25, 35 രൂപ എന്ന് വിചാരിക്കുക, അത്രയേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഹലാലായ പൈസ കൊണ്ടാണ് കൊടുത്തത് എങ്കിൽ
അത് ചെയ്ത ആൾക്ക് അല്ലാഹു ഈ സ്വതക്കയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. കമാ യുറബ്ബി അഹദുക്കും ഫർവഹു, കമാ യുറബ്ബി അഹദുക്കും ഫൽവഹു. നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിക്ക് തീറ്റ കൊടുത്ത് വലുതാക്കി വലുതാക്കി ഒരു വലിയ ഫറസായി മാറുന്നവരെ, കുതിരയായി മാറുന്നവരെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്ന പോലെ നിങ്ങളിൽ കൊടുത്ത കാരക്കയുടെ അത്ര വലുപ്പമുള്ള സ്വതക്കയെ അല്ലാഹു വളർത്തിക്കൊണ്ടുവരും. ഖിയാമത്ത് നാളിലേക്ക് ചൊല്ലുമ്പോൾ അല്ലാഹു അത് എമ്പാടും നന്മയായി നിങ്ങൾക്ക് തരികയും ചെയ്യും. വല്ലുഖ്മതു കജബലി ഉഹദിൻ, ഒരു ഉരുള ഭക്ഷണമാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ കജബലി ഉഹദിൻ, ഉഹദിന്റെ മലയോളം വലുപ്പമുള്ളതായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഒരുരുള ഭക്ഷണം. അപ്പൊ യതീംഖാനയിലേക്ക് പാവപ്പെട്ട കുട്ടികൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയ ഒരു മൗലിദിന്റെ സദസ്സിലേക്ക് ഒരുരുള ഭക്ഷണം കൊടുത്തത് എത്ര ഉണ്ടാവും? ഉഹദ് പർവ്വതം പോലെ. ഉഹദിന്റെ മല കണ്ടിട്ടില്ലേ? ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദിന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനോടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. ഒരു ഉരുള കൊടുത്താൽ ഇങ്ങനെ അല്ലാഹു തരും. ഒരു ഉരുള ഉഹദ് മലയോളം കാണും. ഉഹദ് മല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഒരു 5-8 കിലോമീറ്റർ തന്നെ നീളം നമ്മുടെ കൺമുമ്പിൽ കാണാൻ പറ്റും. അങ്ങനത്തെ മലയാണ്. ഒരു ഉരുളക്ക് അല്ലാഹു അത്രയും തരാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൺമുമ്പിൽ ജനിച്ചു വളരുന്ന മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നാൽ, നിങ്ങളുടെ പുരയിൽ നിങ്ങളുടെ കൈകൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം, നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉടുപ്പിച്ചു കൊടുത്തിട്ടും അണിയിച്ചിട്ടും ഭക്ഷണം നൽകിയും വെള്ളം കൊടുത്തും നിങ്ങളുടെ വീട്ടിൽ വളരുന്ന മക്കളെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നാൽ എത്രയായിരിക്കും അതിന്റെ കൂലി? എത്രയായിരിക്കും ഇതിന്റെ കൂലി? ഒരു കാരക്കയ്ക്ക് ഇത്രയാണ്, ഒരു ഉരുള ഭക്ഷണത്തിന് ഇത്രയാണ്. അപ്പൊ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായാൽ ആ വീട്ടിലേക്ക് കൊണ്ടുകൊടുത്ത എല്ലാ ഭക്ഷണ സാധനം എന്തൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ ഒക്കെ ഖൈറല്ലേ, ഒക്കെ ലാഭമായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലാഭം കിട്ടുന്ന വാപ്പമാരിൽ നമ്മളെ ചേർത്തു തരട്ടെ. മൻ കാനത് ലഹു സലാസു ബനാത്തിൻ, ഏതെങ്കിലും ഒരാൾക്ക് 3 പെൺമക്കളുണ്ടെങ്കിൽ, സലാസു ബനാത്തിൻ 3 പെൺകുട്ടികൾ, വയുഅദ്ദിബുഹുന്ന, ആ 3 പെൺകുട്ടികൾക്കും നല്ല അച്ചടക്കം പഠിപ്പിച്ചു. വയർഹംഹുന്ന, ആ 3 പെൺമക്കളോടും കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്താൽ, വയക്ഫുലുഹുന്ന, ആ പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്താൽ, വജബത് ലഹുൽ ജന്ന അൽബത്ത, സ്വർഗ്ഗം ഉറപ്പാണ്, സ്വർഗ്ഗം അയാൾക്ക് ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയർഹംഹുന്ന, അവരോട് കരുണയോടെ പെരുമാറി, ഇല്ല റഹ്മത്തോടെ പെരുമാറാ. ആൺകുട്ടികളോട് വല്ലാത്ത സ്നേഹം. ആൺകുട്ടിനെ പിടിച്ച് ഇടക്കിടക്ക് ഉമ്മൊക്കെ, മറ്റേ കുട്ടി എന്നാരാ കുട്ടീന്റെ മുതൽ മുഴുവൻ കൊണ്ടുപോകാൻ നടക്കുന്ന ആളാ നീ, പെൺകുട്ടിനെ പറ്റി. യാ അല്ലാഹ്, മുസ്ലിം അങ്ങനെ പറഞ്ഞുകൂടാ, ചിന്തിച്ചുകൂടാ. വയർഹമുഹുന്ന, ആ പെൺമക്കളോട് കാരുണ്യം കാണിക്കുകയും, വയക്ഫുലുഹുന്ന, അവരെ സംരക്ഷണം കൊടുത്ത് വളർത്തുകയും ചെയ്താൽ, വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗം അയാൾക്ക് ഉറപ്പാണ്. അൽബത്ത, അൽബത്ത എന്ന് അറബി പറഞ്ഞാൽ നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയേ വഇൻ കാനത സ്നതൈനി യാ റസൂലല്ലാഹ്, 2 പെൺമക്കളാണെങ്കിലോ നബിയേ? ഖാല വഇൻ കാനത സ്നതാൻ വഇൻ കാനത സ്നതൈനി, 2 പെൺകുട്ടികളാണെങ്കിലും അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. പെൺകുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി വരുന്നോളെ, ആൺകുട്ടികളെ കൊണ്ട് ഇത് പറഞ്ഞിട്ടില്ല നബി. 3 ആൺകുട്ടികളുണ്ടായ സ്വർഗം കിട്ടും, 3 പെൺകുട്ടികളുണ്ടായ സ്വർഗം ഉറപ്പാ. അപ്പൊ ആൺകുട്ടികളിലേക്ക് അല്ലാഹു പെൺകുട്ടികളെ കൊടുക്കട്ടെ, പെൺകുട്ടികളിലുള്ളവർക്ക് അല്ലാഹു ആൺകുട്ടികളെയും കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമുള്ള മക്കൾ അല്ലാഹു നൽകുമാറാകട്ടെ. ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ കാനത് ലഹു ഇബ്നത്തുൻ, ഏതെങ്കിലും ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായാൽ, ഫയുഹ്സിനു ഇലൈഹാ, അവൾക്ക് എമ്പാടും നന്മ ചെയ്യുകയും, വയുസ്ബിഗു അലൈഹാ മിനൻ നിഅമി, അവർക്ക് ഒരുപാട് നിഅമത്തുകൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്താൽ, അത് ഒരു കുട്ടിയാകുമ്പോ അങ്ങനെ തോന്നാം.
ആ കുട്ടിക്ക് എല്ലാ ആഭരണങ്ങള്, കാലിലേക്ക്, കാതിലേക്ക്, കഴുത്തിലേക്ക് ഇഷ്ടം പോലെ നിഅമത്ത് വാരിക്കോരി കൊടുക്കുകയാണ്. ഒറ്റ കുട്ടി ഉണ്ടാവും, വല്ലാത്ത സ്നേഹം ഉണ്ടാവും, ആ സ്നേഹത്തിനൊക്കെ കൂലുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് ഒരു കുട്ടി ഉണ്ടാവുകയും ആ പെൺകുട്ടിയോട് നന്മ ചെയ്യുകയും അല്ലാഹു ചെയ്ത നിഅമത്തിൽ നിന്ന് ആ പെൺകുട്ടിക്ക് എമ്പാടും കൊടുക്കുകയും ചെയ്താൽ كانت له ميمنة وميسرة تحجبه عن النار إلى الجنة. അല്ലാഹുവിന്റെ സിറാത്ത് എന്ന പാലമുണ്ട്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി. വാളിനേക്കാൾ മൂർച്ചയുള്ളത്, മുടിയേക്കാൾ നേരിയത്. ഇന്നത്തെ ഭൂമിയിലെ ഡൈമെൻഷൻ വെച്ച് നോക്കിക്കൂടാ ആഖിറത്തിന്റെ ചിത്രം. അങ്ങനത്തെ ഒരു പാലമുണ്ട് സിറാത്ത്. നരകത്തിന്റെ മുകളിലാണത്. അത് കടന്നു പോകാതെ ആരും സ്വർഗത്തിലെത്തുകയില്ലല്ലോ. وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا. ആ പാലത്തിലൂടെ പോകുമ്പോൾ ഈ പെൺകുട്ടി كَانَتْ لَهُ مَيْمَنَةً وَمَيْسَرَةً, വലതുഭാഗത്തും ഇടതുഭാഗത്തും വാപ്പയെ തഹ്ജുബുഹു അനിന്നാരി, നരകത്തിൽ നിന്ന് വാപ്പയെ തട്ടിമാറ്റി, വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും വാപ്പയെ തട്ടിമാറ്റി ഇലൽ ജന്ന, സ്വർഗത്തിലെത്തുന്നത് വരെ വാപ്പയെ നരകം തൊടാതെ കൊണ്ടുപോകാൻ ഈ പെൺകുട്ടി കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഇത്രയും വലിയ സന്തോഷം തന്ന ഹബീബല്ലേ നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ കുട്ടിയുണ്ടെങ്കിൽ പോലും ആ കുട്ടി നാളെ നരകത്തിൽ തൊടാതെ വാപ്പയെയും ഉമ്മയെയും സ്വർഗത്തിലെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് ഇതിൽ പരം വേണ്ടത്? ഇനി കുട്ടി മരിച്ചുപോയാലോ? അങ്ങനെ ഉണ്ടാവും. കുട്ടി മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് എന്നും വരുന്ന ഒരു മനുഷ്യന്റെ കഥയുണ്ട് സഹീഹ് മുസ്ലിമിൽ. എന്ന് വരുമ്പോഴും മകനെ കൂട്ടിയവരെ, ചെറിയൊരു കുട്ടിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കും ഇയാൾ. ആ കുട്ടി ഇങ്ങനെ തോളിൽ കയറി, ആ ഒരു മോനേ ഉള്ളൂ. ഇഷ്ടം കൊണ്ട് പള്ളിക്ക് കൊണ്ടുപോകും. തങ്ങളിത് കണ്ടു. തോളിലൂടെ കയറിയിട്ട് മടിയിലേക്ക് ചാടി വീഴും. മടിയിൽ നിന്നിട്ട് തോളിൽ കയറി കൊത്തിപ്പിടിച്ച് തലയിലൂടെ മറിഞ്ഞു വീഴും. ഈ കാഴ്ച കാണുമ്പോൾ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പുഞ്ചിരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നും നിസ്കരിക്കാൻ വരുമ്പോ കുട്ടിയായിട്ട് വരിക. ചെറിയ കുട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടി ഇങ്ങനെ ദേഹത്തുകൂടെ കളിച്ചിങ്ങനെ ഉരുണ്ടുമറി നബി കണ്ടിങ്ങനെ ചിരിക്കും. ആ മനുഷ്യനെ ഏതാനും ദിവസങ്ങളായി നബി ഞങ്ങൾക്ക് കാണാൻ കഴിയാതെ വന്നപ്പോ തങ്ങൾ ചോദിച്ചു, ഐന ഫുലാൻ, ആ കുട്ടിയുമായി വന്നിരുന്ന മനുഷ്യൻ എവിടെ പോയി? അവര് പറഞ്ഞു, നബിയേ, അയാളുടെ പൊന്നുമോൻ മരിച്ചുപോയി നബിയേ, അയാള് ദുഃഖത്തിലാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല നബിയേ. ഫഹല്ലാ അഖ്ബർതുമൂനി, നിങ്ങളത് എന്നോടെന്താ പറയാതിരുന്നത്? ഇത് ചോദിക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് എന്തെങ്കിലും പറയാതിരുന്നത്? ഞങ്ങളുടെ വലിയൊരു വിഷയം അതാണ്. മദീനത്തെ പള്ളിയുടെ മുറ്റടിച്ചു വാരിയിരുന്ന ഒരു പെണ്ണ് മരിച്ചപ്പോൾ ഇതേപോലെ നബി ചോദിച്ചിട്ടുണ്ട്. കാണില്ല, എവിടെ പോയി? നബി ഓരെന്തിനെ മരിച്ചു, ഞങ്ങൾ മറവ് ചെയ്തു. എന്തെങ്കിലും എന്നോട് പറയാതിരുന്നത്? നബി അങ്ങ് ഉറങ്ങല്ലേ, ഉറക്കത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ തന്നെ എല്ലാ കാര്യം ചെയ്ത് മറവ് ചെയ്തു. എനിക്ക് അവരുടെ ഖബർ കാണിച്ചു തരും, ഞാൻ അവിടെ ചെന്ന് ആ പെണ്ണിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കട്ടെ. നാട്ടിൽ മറവ് ചെയ്താൽ പിന്നെ മയ്യിത്ത് മറവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാൾ ഗൾഫിന്ന് വരികയാണ്. പിന്നെ മയ്യിത്ത് നിസ്കാരം പള്ളിയിൽ നിന്നല്ല നിസ്കരിക്കുക, എവിടെ ചെന്നിട്ട് ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കണം. അറിയാമല്ലോ, ആ മസാല അറിയുമായിരിക്കും. തങ്ങൾ അവിടെ ചെന്നു ദുആ ചെയ്തു കൊടുത്തു. ആ പെണ്ണിന് ഇവിടെ നിസ്കരിച്ചു. തങ്ങൾ ചോദിച്ചു, ഹല്ല ആദൻതുമൂനി, നിങ്ങൾ എന്തെന്നോട് പറയാതിരുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹ്, ഹല്ല അഖ്ബർതുമൂനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഫൽനദ്ഹബ് ഇലാ ബൈതിഹി, ആ മനുഷ്യന്റെ പുരവരെ ഒന്ന് പോയി നോക്കാം. കുട്ടിനെ അത്രക്ക് ഇഷ്ടമായിരുന്നു ആ കുട്ടി. അല്ലാഹു കൊണ്ടുപോയി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിന്റെ വാപ്പയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. ദുഃഖിതനായിട്ട് ഇങ്ങനെ ഇരിക്കുക. തോളിൽ കൈകൊട്ടിക്കൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അൻ യഈസ ഇബ്നുക മാ ഇസ്ത, നിങ്ങളുടെ മോൻ നിങ്ങൾ ജീവിച്ചത്രയും പ്രായമാകുന്നവരെ ദുനിയാവിൽ ജീവിക്കാനാണോ നിങ്ങൾക്കിഷ്ടം? അതല്ല തൽഖാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വരുമ്പോൾ ഫതദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയും
വയഫ്തഹു ലക അബ്വാബൽ ജന്നതി ഹൈസുമാ ദഖൽത, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുമ്പോഴും ആ വാതിലിക്കൽ നിങ്ങളുടെ ഈ പൊന്നുമോൻ വന്ന് നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാനാണോ നിങ്ങൾക്കിഷ്ടം? അതല്ല നിങ്ങളെപ്പോലെ ഇവിടെ ജീവിച്ച് മരിക്കാനാണോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നബിയേ, നാളെ പരലോകത്ത് സ്വർഗത്തിൽ എന്റെ കുട്ടിയെ കണ്ടാൽ എനിക്ക് മതി, അത് മതി നബിയേ. എങ്കിൽ അനമാമിനുല്ലകദാലിക, അതിന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, നിങ്ങളുടെ കുട്ടിയെ അള്ളാഹു കൊണ്ടുപോയത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, നാളെ സ്വർഗത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. വിഷമങ്ങളും അങ്ങനെയാണെന്ന, ചില രോഗങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ വല്ലാതെ അങ്ങ് വിഷമിച്ചു. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ഏത് ചെറുതൊരു മുട്ടുംകാലിന് വേദന ഉള്ളവർക്ക് ആ വേദനയുടെ വിഷമം അറിയുള്ളൂ, പല്ലുവേദനയുള്ളവനെ ആ പല്ലുവേദനയുടെ ഇടങ്ങാറ് അറിയുള്ളൂ, ഊരയ്ക്ക് വേദന ഉണ്ടെങ്കിൽ എന്താ, തുമ്മലാണെങ്കിൽ അത്. ഓരോ അസുഖവും വലുതാണ്, നമുക്കത് വരുമ്പോൾ മനസ്സിലാവില്ല. അതില്ലാതിരുന്ന സമയത്തുള്ള നിഅമത്ത് എത്ര. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ. ഇന്നി ഉസ്റഉ യാ റസൂലല്ലാഹ്, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ട് നബിയേ, അതുകൊണ്ട് എനിക്ക് ശിഫ തരാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ, നിങ്ങൾ എന്റെ രോഗം മാറാൻ ദുആ ചെയ്യണം. എന്റെ പ്രശ്നം അതല്ല നബിയേ, എനിക്ക് അപസ്മാരമുണ്ടാകുന്നത് ചിലപ്പോ അങ്ങാടിയിലായിരിക്കും, റോഡിലൂടെ സഞ്ചരിക്കുമ്പോ പെട്ടെന്നങ്ങ് വീഴും. ഫഅതകശഫു, നബിയേ എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട് നബിയേ. ഒരു പെണ്ണിന്റെ വേദനയാണ് ഈ പറയുന്നത്. എങ്ങനെ? എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഞാൻ അറിയാതെ നീങ്ങിപ്പോകുന്നുണ്ട് നബിയേ, അതുകൊണ്ട് ആ അപസ്മാരത്തിന്റെ രോഗമൊന്ന് മാറിക്കിട്ടാൻ അങ്ങനെക്ക് ദുആ ചെയ്തു തരുമോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോട് ഒന്ന് പറയണേ, എനിക്ക് പറഞ്ഞിട്ടില്ല ഷിർക്ക കുഫ്ര നീ ചെയ്യുന്നത് പറഞ്ഞു കൊടുത്തോ? ഇല്ല, ഞാൻ ദുആ ഇറക്കാം. ഹബീബ് കാരണം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കാണ്. ഹബീബിനോട് ദുആ ഇറക്കാൻ വേണ്ടി പറയാ, ഞങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു തരും. നബിയെ അങ്ങ് ദുആ ചെയ്തു തരണം, അങ്ങ് ദുആ ചെയ്യണം. തങ്ങൾ ചോദിച്ചു, ഇൻ ശിഅതി ദഅഉതുല്ലാഹ ലകി ഫയശ്ഫീകി, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ദുആ ചെയ്തു തരാം, അള്ളാഹു ദുആ സ്വീകരിക്കുകയും നിങ്ങളുടെ രോഗം മാറ്റിത്തരികയും ചെയ്യും. അത് വേണോ? വഇൻ ശിഅതി സബർതി, നിങ്ങൾ ഇത് മാറാതെ ക്ഷമിച്ചു നടക്കുകയാണെങ്കിൽ അള്ളാഹു നാളെ നിങ്ങൾക്ക് സ്വർഗമാണ് പകരം തരാൻ പോകുന്നത്. എന്ത് വേണം? ഇന്നി അസ്ബിറു യാ റസൂലല്ലാഹ്, ഞാൻ ക്ഷമിച്ചോളാം നബിയേ. വലാകിൻ ഉദ്ഉല്ലാഹ ലീ അല്ലാ യതകശഫ ഔറതി, എന്റെ ഔറത്ത് വെളിവായി പോകാതിരിക്കാൻ ദുആ ചെയ്യണം നബിയേ. അപസ്മാരം ഉണ്ടായിക്കോട്ടെ നബിയേ, ആ അപസ്മാരം ഞാൻ സഹിച്ചാൽ നാളെ സ്വർഗമുണ്ടെങ്കിൽ എനിക്കത് മതി നബിയേ. പക്ഷേ അപസ്മാരം സംഭവിക്കുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി ദുആ ചെയ്തു കൊടുത്തു. അവർക്ക് അപസ്മാരം ഉണ്ടാകുമായിരുന്നു, പക്ഷേ വസ്ത്രം നീങ്ങൂല, ഔറത്ത് വെളിവാവില്ല. തങ്ങൾ ദുആ ചെയ്തു കൊടുത്തതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗം സഹിച്ചാൽ അതിന് കൂലിയുണ്ട്, ഒരു വിഷമം സഹിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. മക്കൾ മരിച്ചുപോയാൽ അല്ലാഹു ആ മക്കളെ അല്ലാഹുമ്മ ജഅൽഹു ഫറസൻ ലിഅബവൈഹി വദുഖറൻ വഇളസൻ വഅതിബാറാ, സ്വർഗ്ഗത്തിലേക്ക് മാതാപിതാക്കളെ സ്വീകരിച്ച് ആനയിക്കാനുള്ള മക്കളാണ് മരിച്ചുപോകുന്ന മക്കൾ. സ്വർഗ്ഗത്തിൽ വന്ന് ആനയിക്കുന്ന മക്കളൊക്കെ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും, ബേജാറാവരുത്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു അവരുടെ കൺകുളിർമയെ കൊണ്ടുപോയാൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു. മക്കളെ വലുതാക്കി കൊണ്ടുവന്നാൽ അവർക്ക് കൂലിയാണെന്ന് പഠിപ്പിച്ചു. ആൺകുട്ടികളെ നിങ്ങൾ വളർത്തുകയും ആ ആൺമക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവുകയും ചെയ്താൽ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മരിച്ചുപോയിട്ട് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾ കാരണം വാപ്പയുടെ ഖബറിലേക്ക് അല്ലാഹു നന്മകൾ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കും. സഹിഹായ ഹദീസല്ലേ? 3 കാര്യങ്ങളല്ലാതെ ബാക്കിയൊക്കെ നഷ്ടപ്പെടും. സ്വദഖത്തിൻ ജാരിയത്തിൻ, ഒരുപാട് കാലം നിലനിൽക്കുന്ന സ്വദഖ. പള്ളിക്കൊരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മദ്രസക്കൊരു സ്ഥലം, ദീനി സ്ഥാപനത്തിന് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക. ഓർഫനേജ് വലിയ പദ്ധതിയുമായിട്ട് വന്നിട്ടുണ്ടല്ലേ, സുറാജിക്കൊക്കെ അറിയാൻ പറ്റും.
ഒരു സ്ഥലം വാങ്ങിക്കേണ്ടവർക്ക് ഒരു സ്ഥലം, അത് ബിൽഡിംഗ് പൊളിഞ്ഞു പോയാൽ ബിൽഡിംഗ് പോയി, പക്ഷെ ഭൂമി നഷ്ടപ്പെടുമോ? ഇല്ല. ആ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം നന്മയാണ്. ആ ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം നന്മയാണ്. അതുകൊണ്ട് ഈ ഭൂമി വാങ്ങിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ഭൂമി കൊടുക്കുക. അതുകൊണ്ട് ആ പഴയ ആൾക്കാരൊക്കെ 10 സെന്റ് വള്ളിക്ക്, ആ 20 തെങ്ങ് വള്ളിക്ക്, അന്ന് തെങ്ങാണ് കൊടുക്കുക, ഭൂമിയല്ലല്ലോ അളക്കുക. ഇത്ര തെങ്ങ്, ഇത്ര സ്ഥലം എന്തേ? അത് ജാരിയായ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കിട്ടുന്ന ജാരിയായ സ്വതക്ക, ഉപകാരപ്പെടുന്ന ഇൽമ്, നമ്മൾ പറഞ്ഞു കൊടുത്തത്, നമ്മൾ എഴുതി വെച്ചത്, നമ്മൾ ഗ്രന്ഥമായി രചിച്ചു വെച്ചത്, ആളുകളെ പഠിപ്പിച്ചത്, അതൊക്കെ നാളെ ഖബറിലേക്ക് കിട്ടും. അല്ലാഹു ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഉപകാരപ്പെടുമെന്ന മൂന്നാമത്തെ വിഷയം, വവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. വലതെന്ന് പറഞ്ഞ ആൺമക്കൾ എന്നാണ് ഇതിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. അങ്ങനെയാണ്. പെൺമക്കളായാലും ആൺകുട്ടികൾ ഇല്ലാത്തൊരു മാപ്യ ഒരു പെൺമക്കൾ ദുആരക്കും, എന്നാലും കൂലിയാണ്. ആൺമക്കളുള്ളവർ ആ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കുക. വാപ്പാക്ക് ദുആരക്കാൻ വേണ്ടി പറയാ, എന്നെങ്കിലും ദുആരക്ക. എപ്പോഴും ദ്വാരക്ക ഓർമ്മ വരില്ലെന്ന വാപ്പ മരിച്ച ആ ഒരു ദിവസം, അത് നമ്മൾ ആണ്ട് എന്ന് പറയാം, ഒരു വർഷം തികയും, അപ്പോഴെങ്കിലും ഓർമ്മ ഉണ്ടായിക്കോട്ടെ. തീരെ ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴെങ്കിലും ചെയ്യലല്ലേ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അത്രയെങ്കിലും മനസ്സിലാക്കിക്കൂടെ? അതിലൊരു ചെറുക്കും കുഫറും വരൂല്ല. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയാം. വാപ്പയുടെ പേരിൽ ഖുർആൻ ഓതുക, വാപ്പയുടെ പേരിൽ സ്വതക്ക ചെയ്യുക, വാപ്പയുടെ സുഹൃത്തുക്കളെ ആദരിക്കുക, വാപ്പയുടെ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോയ, ഇതൊക്കെ വാപ്പാർക്കും ഉമ്മാർക്കും ചെയ്തു കൊടുക്കാനുള്ള സ്വതക്കകളാണ്. ഇങ്ങനെ നമുക്ക് സ്വർഗം വാങ്ങിത്തരാനുള്ള ഇടമാണ് നമ്മുടെ വീടുകൾ. ഈ വീടുകളിൽ നമ്മുടെ മക്കളെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃക എന്താണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നബിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന്. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബിയാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ വാപ്പയാട്ടോ. ഇന്നമാ അനലക്കും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി. നബി തങ്ങൾ പറയുമായിരുന്നു, മക്കളെ സംബന്ധിച്ചിടത്തോളം വാപ്പ എങ്ങനെയാണോ നിങ്ങൾക്ക് ഞാൻ വാപ്പയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മറുപടി അല്ലേണ്ടത് الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. عربياയ ഹബീബായ നിന്റെ തിരഞ്ഞെടുത്ത നബിക്ക് നീ സ്വലാത്ത് ചൊല്ലണേ അല്ലാഹ്. മറുപടി പറയണത് അതാ, സ്വലാത്താണ്. അൻത ഉമ്മുൻ അം അബുൻ. നബിയെ, അങ്ങ് ഞങ്ങൾക്ക് മാതാവാണ്, അങ്ങ് ഞങ്ങൾക്ക് പിതാവാണ്. നബിയെ, മാ റഅയ്നാ ഫീഹിമാ, മാതാപിതാക്കൾ കണ്ടിട്ടില്ല നബിയെ ഞങ്ങൾ മിസ്ല ഹുസ്നിക, അങ്ങയുടെ നന്മ പോലോത്ത നന്മ ഒരു മാതാവിലും പിതാവിലും ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഖൈറായ നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വാപ്പയാണ്, അങ്ങ് ഞങ്ങൾക്ക് ഉമ്മയാണ്. ഹദീസാണത്. അനലക്കും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി. വാലിദ് എന്ന് പറഞ്ഞാൽ ജനനത്തിന് കാരണമായ ആള്, ആണുമാകാം പെണ്ണുമാകാം. അറബ് ഗ്രാമർ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് അൻത ഉമ്മുൻ അം അബുൻ എന്ന് പറയാൻ കാരണം അനലക്കും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി. മക്കൾക്ക് തന്റെ മാതാപിതാക്കൾ എങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് കേട്ടോ. ഞാൻ നിങ്ങളുടെ വാപ്പയാണ്, ഞാൻ നിങ്ങൾക്ക് ഉമ്മയാണ്. ആര് പറയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്ന ആളാണ്. അന്ന് ഹിജ്റ വരുന്ന കാലത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഹിജ്റ ആദ്യം വന്നവരൊക്കെ, പിന്നെ ഹുദൈബിയ സന്ധി ഉണ്ടായി, അതിനുശേഷം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കക്കാർക്ക് മദീനത്തേക്ക് വരാൻ വിടൂലായിരുന്നു. അങ്ങനെ മുസ്ലിമായി മദീനത്തേക്ക് വരാൻ തീരുമാനിച്ച ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ പിടിച്ചു വെച്ചു. മക്കക്കാർ അവര് വിട്ടില്ല. അവര് വിടാൻ വേണ്ടി ഒരു വാക്കങ്ങോട്ട് പറഞ്ഞു പോയി. എന്താ പറഞ്ഞെന്നറിയോ?
ഞാൻ മദീനത്തേക്ക് പോയാൽ നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. അന്നീ ലാ ഉഹാരിബുക്കും അബദാ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ വരില്ല കേട്ടോ. എന്നെ വിട്ടോളി, ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യൂല. എന്നാൽ അക്സം, സത്യം ചെയ്തു എന്നാ. അതുകൊണ്ട് വല്ലാഹി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നുണ പറയാൻ പാടില്ല. അക്സം ചു ഹുദാക്കി ഖസം, അല്ലാഹുവിനെ തന്നെ സത്യം എന്ന വാക്കിനർത്ഥം അല്ലേ. സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ നുണ പറയില്ല. ഖുറൈശികൾക്ക് പോലും വിശ്വാസം, അള്ളാനെ വിളിച്ചോ പറഞ്ഞില്ലേ പോയിക്കോട്ടെ, ഇഞ്ഞോ വാക്ക് എതിര് ചെയ്യൂലല്ലോ. എങ്ങനെ വല്ലാഹിന്നൊക്കെ പറഞ്ഞ പച്ച നുണ പറയുന്ന മനുഷ്യന്മാർ എന്തായിരിക്കും അവസ്ഥ? അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഭയങ്കര ഗുരുതരാണ്. അഖ്സംതു, ഞാൻ സത്യം ചെയ്ത് പറയട്ടെ, ലാ ഉഹാരിബുക്കും അബദൻ, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല. കഴിച്ചിടാൻ വേണ്ടി പറഞ്ഞതാ. പോലീസുകാരന് അടിയിട്ടുമ്പോ പറയില്ല ഇനി ചെയ്യൂല സാറേ വിട്ടേക്ക്, എന്നാ വയ്ക്കോന്ന് പറഞ്ഞു വിട്ടതാ. എടാ അവൻ പിന്നെ മയക്കുമരുന്നിനേക്കാരം പോവാ, പിന്നെയും പിടിക്കും, പിന്നെ അടി കിട്ടും, പിന്നെയും വിടുവാണ്. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല, സത്യമാണ്, എന്നെ വിട്ടേക്കണം. അങ്ങനെ ഇനി ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുള്ള നേരമായിരുന്നു ബദർ. 300 സ്വഹാബികളാണ്, 1000-ലേറെ വരുന്ന ശത്രുക്കൾ. 313 സ്വഹാബികൾ അല്ലെങ്കിൽ 314. ഈ സ്വഹാബികളെ കൊണ്ട് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എത്രയധികം മുസ്ലിമീങ്ങളുണ്ടോ അവരെയൊക്കെ ആവശ്യമായ നേരം ആള് വരട്ടെ. ആളില്ല മുസ്ലിമീങ്ങൾ, ആകെ 250 ആളാണ് ഹിജ്റ ചെയ്ത് വന്നത്. ഹിജ്റ വന്നില്ലേ മക്കയിൽ നിന്ന് മദീനത്തേക്ക്? 13 കൊല്ലത്തെ നബിയുടെ ദഅവത്ത് കാരണം മുസ്ലിമായ ആളുകൾ എത്ര? 250. ഇതിൽ 50-ാമത്തെ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 50-ാമത്തെ മെമ്പർഷിപ്പ് നമ്പർ 50 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 1-ാമത്തെ മെമ്പർഷിപ്പ് ഖദീജ റളിയല്ലാഹു അൻഹ. 2-ാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പോകുന്നു. 50-ാമത്തെ 250 ആളേ ഉള്ളൂ. 250 ആള് മദീനത്തേക്ക് വന്ന് അവിടുത്തെ അൻസാരികളും കൂടെ കൂടിയപ്പോഴും 313. എത്രയധികം ആളുകളുണ്ടോ അവരെയൊക്കെ ആവശ്യമായ നേരം ആദ്യത്തെ യുദ്ധം നടക്കുകയാണ്. ആയുധങ്ങൾ ഒന്നുമില്ല, മുസ്ലിമീങ്ങൾ അംഗബലമില്ല, 1000-ലേറെയാണ് ശത്രുക്കൾ വരുന്നത്. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും നേതൃത്വത്തിൽ ആ സൈന്യം പുറപ്പെടാൻ നിൽക്കുമ്പോൾ മക്കൾക്ക് അച്ചടക്കം പഠിപ്പിക്കുന്ന വാപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൈന്യത്തിൽ കയറിക്കൂടിയിട്ടുണ്ട് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്. അള്ളാഹ്ക്ക് വേണ്ടി മരിക്കാൻ ഞാൻ റെഡിയാണ് നബിയെ, ഞാൻ പോരുകയാണ്. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സൈന്യത്തിന്റെ ഇടയിൽ മുസ്ലിമായ ചെറുപ്പക്കാരൻ ഹുദൈഫത്ത് ബിനുൽ യമാനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹുദൈഫ അലം തഇദുഹും അല്ലാ തുഹാരിബഹും? ഹുദൈഫ, നിങ്ങൾ ഈ ശത്രുക്കൾക്ക് വാക്ക് കൊടുത്തിട്ടില്ലേ ഇവരോട് യുദ്ധം ചെയ്യില്ല എന്ന്? യാ അല്ലാഹ്, പൈസ കൈ കിട്ടുമ്പോ ഹലാലും ഹറാമോ നോക്കാത്ത മനുഷ്യന്മാരാ നമ്മള്. അപ്പൊ പിന്നെ മസലൊന്നും പ്രശ്നമില്ല. യുദ്ധത്തിന് പോകുന്ന നേരത്ത് ഒരാളെയെങ്കിൽ ഒരാളെ, ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി, ഒരു പൊട്ടിയ വാളെങ്കിൽ അത് കിട്ടുന്നതൊക്കെ ആവശ്യമായൊരു നേരത്ത് ശത്രുക്കളോട് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല എന്ന് വാക്കുകൊടുത്ത ഹുദൈഫത്ത് ബിനുൽ യമാനിയെ കണ്ടപ്പോൾ അലം തഇദുഹും? ഹുദൈഫ, നിങ്ങൾ അവർക്ക് വാക്കുകൊടുത്തിട്ടില്ലേ? അല്ലാ തുഹാരിബഹും, നിങ്ങളോരോട് യുദ്ധം ചെയ്യില്ല എന്ന്? നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഖുറൈശികളോടാണ്. വലാ തത്തബിഅനാ, ഹുദൈഫ നിങ്ങൾ തിരിച്ചു പോണം, ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് വരരുത്. വലാ തത്ബഅനാ വവഫി ബിഅഹദിക, നിങ്ങൾ ചെയ്ത കരാർ നിങ്ങൾ ചെയ്തു വീട്ടണം, വാക്ക് പാലിക്കണം. ഹുദൈഫ, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, നിങ്ങൾ ഞങ്ങളോടുകൂടെ വരരുത്. എന്തേ? നിങ്ങൾ വാക്ക് കൊടുത്തിട്ടില്ലേ? വാക്ക് പാലിക്കണം ഹുദൈഫ. എവിടെയാണ് ഈ പറയുന്നറിയോ? ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോ മുസ്ലിമീങ്ങൾ ശത്രുക്കളെക്കാളും 3 തവണ താഴെ. ഹുദൈഫ, നിങ്ങൾ വരണ്ട, നിങ്ങൾ വാക്ക് കൊടുത്തിട്ടില്ലേ? വാക്ക് പാലിക്കിൻ. ഇങ്ങനെ സത്യസന്ധതയും വാക്കുപാലിക്കാനും പഠിപ്പിച്ച വാപ്പയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അനലകും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി, മക്കൾക്ക് വാപ്പ സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കണ്ടേ? വാപ്പയും മോനും യാത്ര ചെയ്യുമ്പോ ആരോ ഒരാളെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്, എവിടെത്തി? വാപ്പയും മകനും നീലേശ്വരം ഗേറ്റിൽ കുടുങ്ങി കിടക്കുക. വാപ്പയും മകനപ്പോ കൊളവയിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണ്ട, അല്ലെങ്കിൽ ഇപ്പൊ എവിടെത്തി ചോറിനെത്തോ? ഞാൻ എത്തിടി, ഞാനിതാ കാഞ്ഞങ്ങാട്.
രാജധാനി ജ്വല്ലറി ഏതവിടെ ഉള്ളത്, അതിന്റെ മുമ്പിലെത്തി. ഒരു ഉദാഹരണം പറയാം, മലബാറിന്റെ മുമ്പിലെത്തി. പച്ച നുണയാണ് ഈ പറയണത്. വാപ്പ കുട്ടി കേൾക്കുകയാണ്. ഈ നുണക്ക് എനിക്കും പറയാൻ പറ്റുന്നു. കുട്ടി പഠിച്ചോ. കിടക്കണത് നീലേശ്വരത്താ. വാപ്പ പറയുന്നത് ഞാൻ ഇവിടെ കാഞ്ഞങ്ങാട് എത്തി, അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് പള്ളിന്റെ മുമ്പിലെത്തി, എത്തിങ്ങാന്റെ അടുത്തെത്തി. എവിടെ കിടക്കണത് അവിടെയാണ്. ഈ നുണ നമ്മൾ പറയാറില്ലേ? നുണ പഠിപ്പിക്കല്ലേ മക്കൾക്ക്, നുണ പഠിപ്പിക്കല്ലേ ശിഷ്യഗണങ്ങൾക്ക്. സത്യം പറഞ്ഞു കൊടുക്കുക, സത്യം പഠിപ്പിച്ചു കൊടുക്കുക, ഹക്കായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ തിരിച്ചുപോയിക്കോ, ഞങ്ങളോടുകൂടെ വരരുതേ. കരാറുകൾ നിങ്ങൾ ചെയ്തു വീട്ടണം ഹുദൈഫ. വാപ്പയായ നബി തങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണ്. എന്തിന് വാപ്പമാർ മക്കളുടെ മുമ്പിൽ വെച്ച് നുണ പറയരുത്. വാപ്പ നുണ പറഞ്ഞ മക്കളതല്ലേ പഠിക്കുന്നത്. എവിടെയാണോ നിങ്ങൾ ഉള്ളത് അവിടെ പറഞ്ഞാൽ മതി. 5 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് എത്തണം. അല്ലെങ്കിൽ പറയണ്ട സമയം അറിയില്ല, ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളത് വണ്ടിന്റെ പോക്കനുസരിച്ചൊക്കെ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞോളൂ. 5 മിനിറ്റ് എത്തി എന്ന് പറഞ്ഞ പിന്നെ ആൾക്കാർക്ക് അത് 15 മിനിറ്റാണ്. ഈ കറിയില്ല എന്നാ നമ്മളെ നാടൊക്കെ ശരിയാവാൻ. എത്ര നുണ ഒരു ദിവസം പറയാന്നറിയോ? മൊബൈലും കിട്ടിയ പിന്നെ മുഖം കാണാതെ നുണ പറയാലോ. എവിടെയുള്ളതെന്ന് ആർക്കറിയാം? നുണ പറയരുത്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്തുമെന്ന് പറയുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. 9 മിനിറ്റിലെങ്കിലും എത്തണം. അല്ലെങ്കിൽ പറയണെങ്കിൽ 15 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. എന്താത് പറഞ്ഞാൽ നഷ്ടം? കോഴിക്കോട് കിടക്കണ മനുഷ്യൻ പറഞ്ഞപ്പോ കണ്ണൂരാണ്, കണ്ണൂർ കിടക്കണം പറഞ്ഞപ്പോ ബാംഗ്ലൂരാണ്. പടച്ചറപ്പേ, നുണ പറയാ എത്ര തെറ്റുകളാണ്. ഇത് നമ്മുടെ സുഹൃത്തുക്കളെ പഠിപ്പിക്കുന്ന തെറ്റാണ്. നിരപരാധികളായ മക്കളെ പഠിപ്പിക്കുന്ന തെറ്റാണിത്. ഉമ്മയോ വാപ്പയോ നുണ പറഞ്ഞാൽ മക്കൾ അതാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നബിയുടെ സ്വഹാബത്ത് യുദ്ധത്തിന് പോകാനിരിക്കുമ്പോ ആ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് അച്ചടക്കം പഠിപ്പിക്കുന്ന വാപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈഫ തിരിച്ചുപോയിക്കോളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന ഖുർആനൻ യംശി അലൽ അർളി, ഭൂമിയുടെ മേൽ നടക്കുന്ന ഖുർആനാണ് പരിശുദ്ധ റസൂലുള്ളാഹി. ഭൂമിന്റെ മേൽ നടക്കുന്ന ഖുർആനായിരുന്നു അവര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരുന്നത്ര കഥ പറയുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് ചെന്നു, വീടൊക്കെ സന്ദർശിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു ആമിർ തങ്ങൾ പറയാൻ, അന്ന് ഞാൻ കുട്ടിയായി ഞാൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ എന്നെ വിളിച്ചു. റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോ, ഹാ തആൽ ലിഉതീക അബ്ദുല്ലാഹി ഇബ്നു ആമിർ, അബ്ദുല്ലാഹ് ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ തരാം വിളിക്കൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണപ്പോ ആ നേരത്താണ് ഒരു ഉമ്മയുടെ വിളി കേൾക്കുന്നത്. നബി തങ്ങൾ ആ ഉമ്മയിലേക്ക് തിരിഞ്ഞ് ചോദിച്ചു, മാ മഅകി തുഅതീഹി, ആ കുട്ടിയെ വിളിച്ചാൽ കുട്ടിക്ക് കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത് പെണ്ണേ? യാ റസൂലല്ലാഹ് മഈ തംറുൻ, എന്റെ കൂടെ കുറച്ച് കാരക്കയുണ്ട് നബിയെ, കയ്യിൽ കാരക്കയുണ്ട്. ഇവിടെ അത് സ്ഥിരം കിട്ടുന്നത്. കുട്ടിക്ക് തേങ്ങ കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഉമ്മ പറയാം, കുട്ടിയെ ഞങ്ങൾക്ക് തേങ്ങ തരാൻ. തേങ്ങ എമ്പാടും കിട്ടുന്ന നാട്ടിൽ തേങ്ങ കൊടുത്താൽ എന്താ അവസ്ഥ? അതേപോലെയല്ല ഇപ്പൊ ഇവിടെ കാരക്കുണ്ടെന്ന് പറഞ്ഞത്. എന്റെ കയ്യിൽ കാരക്കയുണ്ട് നബിയെ, കൊടുക്കാൻ കാരക്കയുണ്ട്. ഉണ്ടല്ലേ, എന്നാ കുഴപ്പമില്ല. അമാ അന്നകി ലൗലം യകുൻ മഅകി ശൈഉൻ തുഅതീഹി ല, ആ കുട്ടിക്ക് കൊടുക്കാൻ ഒന്നും നിന്റെ കയ്യിലില്ലാതെയാണ് ഉമ്മ നീ ആ കുഞ്ഞിനെ വിളിച്ചതെങ്കിൽ ലകുതിബത അലൈക കിദ്ബതൻ, അത് നിങ്ങളുടെ റെക്കോർഡിൽ നുണയായി അല്ലാഹു രേഖപ്പെടുത്തും. ഉമ്മു അബ്ദുല്ലാഹി ഇബ്നു ആമിറെ, അബ്ദുല്ലാഹി ഇബ്നു ആമിറിന്റെ ഉമ്മ, നിനക്ക് തരാം കുഞ്ഞെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ മോഹിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നീ ഒന്നും കൊടുക്കാതിരുന്നാൽ ആ വിളിച്ചുവിളി നുണയാണ്. നുണയാട്ടം രേഖപ്പെടുത്തുന്നു. ആരാ പഠിപ്പിക്കുന്നത്? ഉമ്മയെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റസൂലുള്ളാഹി. പഠിപ്പിക്കുകയാണ് മക്കളെ. അൻത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുണ പറയല്ലേ കേട്ടോ. ഗൾഫിൽ നിന്ന് വരുമ്പോഴേ മൊബൈൽ ഫോൺ കൊണ്ടുവരാന്നൊക്കെ വെറുതെ വാക്ക് പറയണ്ട. പറയണമെങ്കിൽ ഏതെങ്കിലും ചൈനക്കാരന്റെ മൊബൈലെങ്കിലും കൊണ്ടേ കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ കൊണ്ടുവരുന്നു പറഞ്ഞ് പിന്നെ ആളെ പറ്റിക്കരുത്. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.
ഗൾഫുകാർക്ക് ഏറ്റവും വലിയ വിഷമത, നാട്ടിൽ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് ഒരു ലാപ്ടോപ്പ്, ഒരു ഐഫോൺ 6, ഒരു ഐപാഡ് ഇതൊക്കെ കൊണ്ടുവരുന്ന ലെക്സ് സോപ്പൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. വലിയ വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇത് വാങ്ങിക്കൊടുത്ത ഗൾഫുകാരുടെ കയ്യിൽ വല്ലതും ഉണ്ടാവുമോ? അപ്പൊ പറ്റുന്നത് വാഗ്ദാനം ചെയ്താൽ മതി, പറ്റുന്നത് വാഗ്ദാനം ചെയ്താൽ മതി, അല്ലാത്തത് പറയരുത്. അല്ലാഹ് ഭയങ്കര വിഷയമാണത്. വാക്ക് പാലിക്കാൻ പഠിപ്പിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കിസ്റ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്ന കാലഘട്ടം, കിസ്റ സാമ്രാജ്യം എന്ന് പറയുന്ന ഇന്നത്തെ ഇറാനും ബലൂചിസ്ഥാൻ